ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അങ്ങനെ നന്ദൻ നെല്ലിശ്ശേരിയിലെത്തിയിരിക്കുന്നു. അർച്ചന നന്ദനെ വണ്ടിയിൽ നിന്നും ഇറക്കാൻ സഹായിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അവന്തിക തടയുകയാണ്. വേണ്ട, നീ ചെയ്യണ്ട. ഇത്രയും ദിവസം സന്ദീപല്ലേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. സന്ദീപിനാണ് കൂടുതൽ വശം, അതുകൊണ്ട് സന്ദീപ് തന്നെ എല്ലാം ചെയ്തോളുമെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചനയെ മാറ്റി നിർത്തുകയാണ് അവന്തിക. തുടർന്ന് സന്ദീപും അവന്തികയും കൂടി നന്ദൻ അകത്തേക്ക് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. എന്നാൽ സച്ചിയേട്ടാ, അവന്തികേട്ടത്തി എന്താകും എന്നോട് അങ്ങനെ പറഞ്ഞതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ തനിക്കറിയാവുന്നതല്ലേ അവരുടെ സ്വഭാവമെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചനയെ സമാധാനിപ്പിക്കുകയാണ് സച്ചി. പിന്നീട് കാണിക്കുന്നത് നന്ദനെ മുറിയിൽ കൊണ്ടുപോയി കിടത്തിയിരിക്കുന്നതാണ്. സന്ദീപ് വിഷമത്തോടെ നിൽക്കുമ്പോൾ ഞാനെല്ലാം നോക്കിക്കോളാം സന്ദീപേ, നീ പോയിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് അവന്തിക സന്ദീപിനെ മുറിയിൽ നിന്നും പറഞ്ഞു വിടുന്നു. നിങ്ങളുടെ അനിയന്റെ സങ്കടം കണ്ടില്ല, നിങ്ങളിങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് അവന് സഹിക്കാൻ വയ്യെന്നാവും പറയുന്നത്. പക്ഷേ ഈ കിടപ്പിന് പിന്നിൽ ഞാനാണെന്ന് അവനും മറ്റാർക്കും അറിയില്ലല്ലോ. ഇന്നു മുതൽ ഈ മുറിയിൽ താനെ നരകയാതന അനുഭവിക്കാൻ പോവുകയാണ്. ഇത് തനിക്കൊരു ജയിലാകും. ഞാനാണ് ഇവിടുത്തെ അധികാരിയും. അത്രയും പറഞ്ഞുകൊണ്ട് നന്ദന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് അവന്തിക. പെട്ടെന്ന് തന്നെ ആരോ കതകിൽ തട്ടുമ്പോൾ അവന്തിക പറയുകയാണ്, കണ്ടില്ലേ, ക്ഷേമം അന്വേഷിക്കാനായിട്ട് ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ അഭിനയിച്ച് തകർക്കാൻ പോവുകയാണ് ഈ അവന്തിക എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക ചെന്ന് കതക് തുറക്കുമ്പോൾ അത് സേതുമാധവനായിരുന്നു. തുടർന്ന് നന്ദന്റെ തലയിൽ തലോടിക്കൊണ്ട് സേതു പറയുകയാണ്, ഇവളെപ്പോലെ ഒരു ഭാര്യയെ കിട്ടിയത് നിന്റെ ഭാഗ്യമാമോനെ. മോളെ, നന്ദന്റെ കാര്യത്തിൽ ഒരു കുറവും വരരുത്. വേണമെങ്കിൽ നമുക്കൊരു ഹോം നഴ്സിനെ വെക്കാം. എന്തിനാച്ചാ ഹോം നഴ്സിനെ വെക്കുന്നത്? നന്ദേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം. നന്ദേട്ടൻ്റെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും വീഴ്ച വരുത്തുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ സേതു പറയുകയാണ്, ഏയ് ഇല്ല മോളെ, അതാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ സമാധാനം. എന്നാ അച്ഛൻ പോയി റെസ്റ്റ് എടുക്ക്. നന്ദേട്ടന് സുഖമാകുന്നത് വരെ ഈ വീടും ഈ മുറിയും വിട്ട് ഞാൻ എങ്ങോട്ടേക്കും പോകില്ല. എൻ്റെ കൈപിടിച്ച് നന്ദേട്ടനെ ഞാൻ നടത്തിയിരിക്കും. നന്ദേട്ടൻ ഈ കിടപ്പിൽ നിന്നും ഒന്ന് എഴുന്നേൽക്കുന്നത് കാണാനായി കാത്തിരിക്കുകയാണ് ഞാൻ. മോള് വിഷമിക്കാതെ. മോളുടെ ഈ സ്നേഹവും ത്യാഗവും എല്ലാം തന്നെ ഈശ്വരൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സേതു മുറിയിൽ നിന്നും പോകുന്നു. തുടർന്ന് കതകിന് കുറ്റിയിട്ടുകൊണ്ട് അവന്തിക നന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. തൻ്റെ അച്ഛൻ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നത് താൻ കേട്ടോ? തുടർന്ന് മേശയ്ക്കകത്തു നിന്നും താലിമാല എടുത്ത് കാണിക്കുകയാണ് അവന്തിക. തൻ്റെ മറ്റവൾക്ക് കെട്ടാനായിട്ട് താൻ കൊണ്ടുപോയതല്ലേ ഈ താലി? താൻ എഴുന്നേറ്റ് നടക്കുന്ന അന്ന് തൻ്റെ മുമ്പിലിട്ട് ഈ താലി ഞാനങ്ങ് കത്തിക്കും. കൂടെ തൻ്റെ മറ്റവളെയും. എൻ്റെ ലക്ഷ്യങ്ങളൊക്കെ നേടാനേ എനിക്ക് തന്നെ ആവശ്യമാ, അല്ലാതെ തൻ്റെ ഭാര്യ പദവിയൊന്നും എനിക്ക് ഒരാവശ്യവുമില്ല. പിന്നെ താൻ ഇതിൻ്റെ അകത്ത് കിടന്ന് ഓവർ സ്മാർട്ട് കളിക്കാൻ നോക്കിയാലേ തന്നെ ഇതിൻ്റെ അകത്തിട്ട് തന്നെ ഞാൻ തീർക്കും. ആർക്കും എന്താണെങ്കിലും എന്നെ ഒരു സംശയവും തോന്നാനും പോകുന്നില്ല. തൻ്റെ മരണം വരെ ഞാൻ തന്നെയായിരിക്കും തൻ്റെ ഭാര്യ. എന്താണെങ്കിലും ആ പദവിയൊന്നും ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കാനേ പോകുന്നില്ല. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സച്ചിയും വക്കീലിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നതാണ്. നാളെ രാവിലെ ജഡ്ജി വീട്ടിലെത്തുമെന്നും അന്നേരം അവിടെ അനൂപിന് ജാമ്യമെടുക്കാമെന്നാ ഞങ്ങൾ കരുതിയിരുന്നത്. പക്ഷേ കാര്യങ്ങളൊക്കെ എങ്ങനെയോ ലീക്കായിട്ടുണ്ട്. ജഡ്ജിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ അവിടെയിട്ട് അനൂപിനെ കൊല്ലാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നും വക്കീൽ പറയുമ്പോൾ സച്ചിയും അർച്ചനയും ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. റിസ്ക് എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് സാർ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, എന്താണെങ്കിലും അനൂപേട്ടനെ ഞങ്ങൾ ചെങ്കൽ മധുവിന് വിട്ടുകൊടുക്കില്ലെന്ന് തീർത്ത് പറയുകയാണ് സച്ചി. നിങ്ങളുടെ ഉറപ്പിലാണ് ഞാൻ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കാൻ പോകുന്നത്. എവിടെയെങ്കിലും പാളിപ്പോയാൽ പിന്നെ എന്നെ ഒന്നും പറയരുതെന്നും വക്കീൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും തിരികെ വീട്ടിലേക്ക് പോകുന്നതാണ്. അല്ല സച്ചിയേട്ടാ, എന്താ സച്ചിയേട്ടൻ്റെ പ്ലാൻ എന്ന് അർച്ചന ചോദിക്കുന്നു. എല്ലാ പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ആളല്ലേ താൻ തന്നെ ഒരു ഐഡിയ പറയാനായി സച്ചി പറയുന്നു. ഒരു പ്ലാനുണ്ട്, പക്ഷേ ആ CI നമ്മുടെ ഒപ്പം നിന്നാൽ മാത്രമേ ഇത് വിജയിക്കൂ. തുടർന്ന് അർച്ചന തൻ്റെ പ്ലാനൊക്കെ പറയുമ്പോൾ സച്ചി പറയുകയാണ്, ധനുഷ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് വിജയിച്ചേനെ. പക്ഷേ സ്നേഹ സമ്മതിക്കില്ലല്ലോ. ഇത് കേൾക്കുന്ന അർച്ചനയും പറയുകയാണ്, അത് സച്ചേട്ടൻ പറഞ്ഞത് ശരി തന്നെയാ. നമുക്ക് എന്താണെങ്കിലും ധനുഷിനെ ഒരു പ്ലാനിലും ഉൾപ്പെടുത്തണ്ട. പക്ഷേ പകരം നമുക്ക് സഹായിക്കാനൊരു ആളെ വേണം. നല്ല വിശ്വസ്തനുമായിരിക്കണം. അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നും അർച്ചന പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.